മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. ഓരോന്നിനും ഓരോ സമയമാണ്. ഒരാൾ മറ്റൊരാളെ പരിചയപ്പെടുന്നതൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്താവണമെന്നില്ല. അതെ, ഭഗവാൻ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടാൻ തീരുമാനിക്കുന്ന സമയത്ത് നേരിട്ട് കാണാം അല്ലേ? ആ അതെ. എന്നാ ഞാൻ ചെല്ലട്ടെ, അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം. ഓ ശരി. നിങ്ങൾ ഇത് നോക്കി ഇവിടെ ഇരുന്നോ. ഇവിടെ നടക്കുന്ന പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം കാണുന്നതിന് പകരം വെറുതെ കണ്ട പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ച് സമയം കളയുക. എന്റെ അഭി, ഞാൻ ആർക്കും മെസ്സേജ് അയക്കൊന്നും അല്ല. പിന്നെ മൊബൈലിൽ കവിത എഴുതുകയാണോ? നിനക്ക് എന്താ പറ്റിയത്? എന്തോ മനസ്സ് വെച്ചാണല്ലോ സംസാരിക്കുന്നത്. എനിക്ക് ഒരു സമാധാനവും ഇല്ല. ആലോചിക്കുന്ന ഒരു തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? നീ കാര്യം പറ. ആ മീരയുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. മീരയ്ക്ക് എന്തു പറ്റി? ഒന്നും പറ്റിയിട്ടല്ല. ആദർശിന് ആ പെണ്ണിനെ തന്നെ കെട്ടണമെന്ന നിർബന്ധത്തില. ഇടീ, അവന്റെ ലൈഫിന്റെ കാര്യമല്ലേ തീരുമാനിക്കേണ്ടതും ആദർശ് തന്നെയാ. എന്നാ ആര് പറഞ്ഞു? വിവാഹ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് വീട്ടുകാരാ. സ്വന്തം ഇഷ്ടത്തിന് കല്യാണം കഴിച്ച എന്റെ അവസ്ഥയായി പോവും. അതിന് നിനക്കെന്താടി കുഴപ്പം? ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കുന്നില്ലേ? ഓ, നിങ്ങൾ നോക്കുന്നതിന്റെ മഹത്വമൊന്നും പറയണ്ട. നിങ്ങൾ കല്യാണം കഴിച്ചതിൽ പിന്നെ എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ല. എങ്ങനെ സമാധാനം കിട്ടും? എന്റെ ശ്രദ്ധ തിരിഞ്ഞ നിങ്ങൾ വേറെ പെമ്പിള്ളാരുടെ പുറകെ ഓടില്ലേ? ഞാനോ? ഇടീ, എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ അഭി. ഓ, അല്ലെങ്കിൽ തന്നെ ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യ ഉള്ളപ്പോ ഞാൻ എന്തിനാ വേറെ പെണ്ണുങ്ങളെ നോക്കുന്നത്? നിന്റെ അത്ര ഭംഗിയുള്ള വേറൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. കൂടുതൽ സൂഹിപ്പിക്കണ്ട. ഞാൻ സത്യമാടി പറഞ്ഞത്. അതെന്തെങ്കിലും ആവട്ടെ. എനിക്കിപ്പോ ആദർശിന്റെ വിവാഹ കാര്യമാണ് മെയിൻ. എടീ, ഞാൻ പറയുന്നത് അവന് ഇഷ്ടമുള്ള വിവാഹത്തിന് എതിര് നിൽക്കണ്ടെന്നാ. കല്യാണം കഴിഞ്ഞ് ജീവിക്കേണ്ടത് അവനല്ലേ. അപ്പൊ അവന്റെ ഇഷ്ടത്തിന് എന്നെ പ്രാധാന്യം കൊടുക്കണം എന്ന് കരുതി അസുഖക്കാരിയെ ഭാര്യയാക്കണോ? കല്യാണം എന്ന് പറഞ്ഞാൽ കുട്ടിക്കളിയല്ല. ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് കഴിയേണ്ടതാണ്. അതുകൊണ്ട് തിരഞ്ഞെടുക്കുമ്പോ നല്ല ശ്രദ്ധ വേണം. അതിന് മീര നല്ല കുട്ടിയല്ലേ? അമ്മയ്ക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് അത്ര താല്പര്യമില്ലെന്ന് പറഞ്ഞതല്ലേ. ആദർശ് പിന്മാറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആ പെണ്ണിന് വേണ്ടി ആദർശ് അമ്മയെ വരെ എതിർത്ത് സംസാരിച്ചു. അതേ എനിക്ക് മനസ്സിലാവാത്തത്. അവൾക്ക് എന്താ ഇത്ര വലിയ പ്രത്യേകത? അവര് തമ്മിൽ പ്രണയമൊന്നും ആയിരുന്നില്ലല്ലോ. ഒരു സാധാരണ വിവാഹാലോചന. അതിനവൻ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാ? ഇനി അവന് ആ പെണ്ണിനോട് പ്രേമവും മറ്റോ ആയിരുന്നോ? നീ എന്തൊക്കെ ഈ ആലോചിച്ച് കൂട്ടുന്നത്? ആലോചിക്കണം വിഘ്നേഷേട്ടാ. ആ പെണ്ണിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നതിന് മുന്നേ അവൻ അവൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കണമെങ്കിൽ കല്യാണം കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാം കൂടെ ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. എന്താ രണ്ടുപേരും കൂടി? എന്താടി നീ വാതോരാതെ സംസാരിക്കുന്ന കേട്ടല്ലോ. ആദർശിന്റെ കാര്യം സംസാരിച്ചത്. എന്റെ അമ്മയുടെ തീരുമാനം ആദർശിന്റെ താളത്തിന് തുള്ളാനാണോ? ഞാൻ ഒന്നും തീരുമാനിച്ചില്ല. വിവാഹ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ആദർശല്ലേ, ഞാനല്ലല്ലോ. ഞാനും അത് തന്നെ അബിയോട് പറഞ്ഞത്. ഞാൻ അമ്മയോട് ഒരു കാര്യം പറയാനിരിക്കുമായിരുന്നു. എന്താ കാര്യം? എന്റെ കൂടെ പഠിച്ച നിഷി അമ്മയ്ക്ക് ഓർമ്മയില്ലേ? അവളുടെ അനുജത്തി നല്ലൊരു കുട്ടിയാ. നമ്മുടെ ആദർശിന് ചേരും. അവരാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും നമുക്ക് യോജിക്കുന്ന കുടുംബമാ. നമുക്ക് ആലോചിക്കാം. ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ അമ്മേ? അമ്മ ഒരു തീരുമാനം പറയൂ. എങ്കിലല്ലേ എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റൂ.
ഞാൻ എന്തു പറയാനാ? ആദർശിന്റെ ഇഷ്ടം എന്താണോ അതേ നടക്കൂ. ഞാൻ തീരുമാനിച്ചിട്ട് അവനെന്നെ എതിർത്താലോ? ആ അതെ, അമ്മ നിർബന്ധിച്ചു പറഞ്ഞ അവ എതിർക്കില്ല, അതെനിക്ക് ഉറപ്പാ. അങ്ങനെ അവൻ എതിർക്കാത്തത് എന്നോടുള്ള ഭയം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാ. അപ്പോ ആ സ്നേഹത്തിന് ഞാനും തിരിച്ചു വില കൊടുക്കണ്ടേ? ഇതെന്താ അമ്മയുടെ മനസ്സ് മാറിയോ? അസുഖക്കാരിയെ കൊണ്ട് ആദർശിന്റെ വിവാഹം നടത്തില്ലെന്നല്ലേ അമ്മ പറഞ്ഞിരുന്നത്? എന്റെ തീരുമാനം മാറ്റിയതൊന്നുമല്ല, എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ടെന്ന് കരുതി, അത്രേ ഉള്ളൂ. ഏതായാലും നീ പറഞ്ഞതിനെപ്പറ്റി ഞാൻ ആലോചിക്കാം. എന്താ, പോരെ? ആലോചിച്ച പോരാ, തീരുമാനിക്കണം. അതാ നമുക്ക് എല്ലാവർക്കും നല്ലത്. വരട്ടെ, നോക്കാം. നീയൊന്ന് സ്വസ്ഥമായിട്ടിരിക്കുക ബി. ആദർശിനെ വിധിച്ചതേ നടക്കൂ, അതുറപ്പാ. എങ്ങനെയെങ്കിലും ആ മീരയായിട്ടുള്ള വിവാഹാലോചന ഒന്ന് മുടങ്ങി മതിയായിരുന്നു. മാധവി മാഡം വന്ന് വിവാഹത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പോയതല്ലേ? നമ്മൾ എത്രയും പെട്ടെന്ന് മറുപടി കൊടുക്കുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ? മീരയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ് ആ കാര്യത്തെക്കുറിച്ച് അറിയിക്കാൻ നമ്മൾ താമസിച്ചത്. ഇനി വൈകിക്കണ്ട, നമുക്ക് ഉടനെ തന്നെ സംസാരിക്കാം. ഉടനെ തന്നെ വിവാഹം നടത്തണമെന്നില്ല അച്ഛാ. ഇവിടുന്ന് പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ പറയരുത് മീര. നല്ലൊരു വിവാഹാലോചന വരുന്നത് തന്നെ വലിയൊരു ഭാഗ്യോ. ഓരോ വിവാഹവും നടത്താൻ മാതാപിതാക്കൾ എങ്ങനെയെല്ലാം കഷ്ടപ്പെടുന്നുണ്ടെന്ന് മോൾക്കറിയാത്തോണ്ടാ. പെൺകുട്ടികൾ വിവാഹപ്രായം ആയാൽ വീട്ടിലുള്ളവർക്ക് ടെൻഷൻ തുടങ്ങും. ഇന്നത്തെ കാലത്ത് ആ ടെൻഷൻ വളരെ അധികം കൂടുതലാ. കാരണം പല വിവാഹങ്ങളും മാട്രിമോണിയൽ സൈറ്റുകളിൽ നിന്നൊക്കെയല്ലേ സെലക്ട് ചെയ്യുന്നത്. വീട്ടുകാരോ കുടുംബക്കാരോ തമ്മിൽ ഒരു പരിചയവും ഉണ്ടാവില്ല. ഒരു പരിചയവും ഇല്ലാത്തൊരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി ചെന്ന് കയറി അവിടെയുള്ളവരുമായിട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരുന്നത് എത്രത്തോളം വിജയിക്കുമെന്നോ പരാജയപ്പെടുമെന്നോ ഒക്കെയുള്ള ഒരു ടെൻഷൻ, അത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. എല്ലാ കാലത്തും അത്തരം പ്രശ്നങ്ങളുണ്ട് ബീനെ. പിന്നെ എത്രയൊക്കെ ആയാലും രണ്ടുപേരുടെ സ്വഭാവം രണ്ട് രീതിയിലായിരിക്കും. പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. അഡ്ജസ്റ്റ് ചെയ്താൽ അതൊരു തരം സഹിക്കലാണ്. അതൊരു പരിധി കഴിയുമ്പോൾ താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പൊട്ടിത്തെറികളുണ്ടാവും. അത് മതി ഒരു കുടുംബം തകരാൻ. അതേസമയം പരസ്പരം മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു പരിധിവരെ പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. എല്ലാരും കൂടി പറഞ്ഞ് എനിക്ക് കല്യാണം എന്ന് കേൾക്കുമ്പോ പേടിയായി തുടങ്ങി. മീരമോൾക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അത് പ്രശ്നങ്ങളും വഴക്കുകളും ഒന്നുമില്ലാതെ സമാധാനപരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ മീരമോൾക്ക് നന്നായിട്ട് അറിയാലോ. കുടുംബജീവിതം വിജയിക്കാൻ ആ ഒരു നയം മാത്രം മതി. നമ്മൾ എന്തൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചാലും കുടുംബജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലെ ആവണമെന്നില്ല. ഓരോ സിറ്റുവേഷനും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. അത്തരം സമയങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് മുൻകൂട്ടി തീരുമാനിച്ചു വയ്ക്കാനോ ഇനി അഥവാ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ പെരുമാറാനോ സാധിച്ചെന്ന് വരില്ല. അതെല്ലാം ആ സമയത്ത് സംഭവിക്കുന്നതാണ്. അത് നല്ല രീതിയിലാവാൻ പ്രാർത്ഥന ഉണ്ടാവണം. പിന്നെ എല്ലാം ഈശ്വര നിശ്ചയമാണെന്ന് മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയണം. ഹരിയേട്ടൻ പറഞ്ഞത് ശരിയാ. അളന്നു കുറിച്ച് മുൻകൂട്ടി തീരുമാനിച്ചൊന്നും ആർക്കും ജീവിക്കാൻ പറ്റില്ല. വരുന്നത് വരുന്നിടത്ത് വച്ച് കാണുക, ആ ധൈര്യത്തിൽ മുന്നോട്ട് പോവുക. എന്നാലും നല്ല ജീവിതമാകാൻ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. മീരയുടെ ആദർശിന്റെയും ജാതക പൊരുത്തവും നോക്കണം. അവരതെല്ലാം നോക്കിയതാണെന്നല്ലേ പറഞ്ഞത്? അതെ, അവര് നോക്കിയതാണ്. എന്നാലും നമ്മളൊന്നുകൂടെ നോക്കിയോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അതിന്റെ ആവശ്യമുണ്ടോ ഹരിയേട്ടാ? ഓരോ ജ്യോത്സ്യന്മാർക്കും ഓരോ അഭിപ്രായമായിരിക്കും. ഇതിപ്പോ നമുക്ക് എല്ലാം കൊണ്ടും പറ്റിയൊരു ആലോചനയാ. എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ ജാതകങ്ങൾ നമ്മള് വീണ്ടും ആരെയെങ്കിലും കൊണ്ടുപോയി കാണിച്ചിട്ട് അയാൾ എന്തെങ്കിലും കുഴപ്പം പറഞ്ഞാ
പിന്നെ നമുക്കത് വെറുതെ ഒരു ടെൻഷൻ ആവില്ലേ? ഇത് മീരയുടെ ഭാവി ജീവിതത്തിന്റെ കാര്യമാണ്. അതിലൊരു റിസ്ക് എടുക്കാൻ എനിക്ക് പറ്റില്ല. അവർക്ക് വേണ്ടി ജാതകം നോക്കിയത് വീട്ടിലിരുന്ന് സ്വയം പഠിച്ച ആളാ. അവരുടെ കഴിവിനെയോ പഠനത്തെയോ ഒന്നും ഞാൻ വില കുറച്ച് പറയുന്നതല്ല. മുൻപ് അവർ വിഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞത് സത്യമായിട്ട് വരികയും ചെയ്തതാണ്. എന്നാലും ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് കൂടുതൽ സമാധാനം കിട്ടുമല്ലോ. ശരിയാണ്. എന്നാലും അത് സമാധാനത്തെക്കാൾ കൂടുതൽ ടെൻഷൻ ആവുന്ന അവസ്ഥയിലേക്ക് ആവുമെന്ന് പേടിച്ചിട്ടാ വേറെ നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അച്ഛൻ പറയുന്ന പോലെ ചെയ്യുന്നതാ നല്ലത് ബീനാമേ. ഒരാലോചന പോയാ വേറെ വന്നോളും. പക്ഷേ അച്ഛനൊരു കാര്യം ചെയ്യണമെന്ന് തോന്നിയിട്ട് അത് ചെയ്യാതെ പിന്നെ അതിന്റെ പേരില് അച്ഛൻ ടെൻഷനാവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇതിനു മുമ്പ് എനിക്കൊരു ആലോചന വന്നതല്ലേ, അത് പോയിട്ട് അടുത്തത് വന്നില്ലേ? അതുപോലെ അല്ലല്ലോ ഇത്. ദേവ ബിൽഡേഴ്സുകാര് നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിനെക്കാട്ടിലും ഉയരത്തിലുള്ള ഒരു കുടുംബമല്ലേ. അവിടെ ഒരു ജോലി കിട്ടാൻ ആഗ്രഹിച്ചിട്ടല്ലേ മീര ആപ്ലിക്കേഷൻ അയച്ചതും ഇന്റർവ്യൂവിന് പോയതും എല്ലാം. ഈശ്വരാനുഗ്രഹം കൊണ്ട് അവിടെ ഒരു ജോലിയും കിട്ടി. അവിടുത്തെ MD ആയിരുന്ന മാഡം മാറി മകൻ MD ആയിട്ടും വന്നു. ഇപ്പോ മീരെ വിവാഹം ഇങ്ങോട്ട് ആലോചിച്ചിരിക്കുക. ഇതൊക്കെ വലിയ വലിയ ഭാഗ്യമല്ലാതെ മറ്റെന്താ? പിന്നെ ഈ ആലോചന വേണ്ടാന്ന് വയ്ക്കാനല്ല ജാതകം നോക്കുന്നത്. കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാ. ആദർശിന്റെ ജാതകം നോക്കി എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിലൊരു കുഴപ്പം ഉണ്ടാവില്ല. എന്നാലും ഒരുപാട് ചേർച്ചകളും ദോഷങ്ങളും എല്ലാം പല ജന്മനക്ഷത്രങ്ങളിലും ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യണം. അതിനു വേണ്ടിയാ ഞാൻ മറ്റൊരാളെ കൂടി ജാതകം കാണിക്കാന്ന് പറഞ്ഞത്. എങ്കിൽ ഹരിയേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്യൂ. മീര പറഞ്ഞതുപോലെ ഇനി അതിന്റെ പേരിൽ ഹരിയേട്ടന് ഒരു ടെൻഷൻ വേണ്ട. നാളെ സാവിത്രിയമ്മയെ ഒന്ന് പോയി കാണണം. കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അതിനുശേഷം നമുക്ക് മാധവ മേഡത്തെ വിളിക്കാം. നാളെ രാവിലെ ജാതകം നോക്കിയ ശേഷം മനോജിന്റെ വീട്ടിലേക്ക് പോവാം. മുത്തശ്ശി കാണുന്ന ഞാനും ഓർത്തതേ ഉള്ളൂ. നാളെ തന്നെ നമുക്ക് പോവാച്ചാ. ശരി. മെറ്റീരിയൽസിന്റെ ബില്ലെല്ലാം ഇന്നലെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ആ, ലോഡ് രാത്രി തന്നെ എത്തിയിട്ടുണ്ട്. ഇതേ വർക്കിൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലാത്ത ഡിലേ ഉണ്ടാവരുത്. ഹൈ കോമ്പറ്റീഷനുള്ള സമയമാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ വലിയ കമ്പനികൾ നമ്മളെ വിഴുങ്ങാൻ കാത്തിരിക്കുക. അത് ഓർമ്മ വേണം. വെറുതെ ഡയലോഗ് പറഞ്ഞാൽ മാത്രം പോരാ, അത് വർക്കിൽ കാണണം. മനസ്സിലാവുന്നുണ്ടോ? ശരി, എല്ലാം നോക്കി ചെയ്താൽ മതി. ഞാൻ അങ്ങോട്ട് വിളിക്കാം. വാ 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 വാ. എന്തൊക്കെയുണ്ട് എൻ്റെ മീരക്കുട്ടി? കാലത്തെ ഫോണിൽ നല്ല തിരക്കാണെന്ന് തോന്നല്ലോ. ആ, സെറ്റിലെ സൂപ്പർവൈസർമാർ നല്ല ഉഴപ്പാ. അവരെന്തൊക്കെ ഉടായ്പ ചെയ്തു നമുക്ക് അറിയാവുന്നതല്ലേ. എത്രയോ വർഷം നമ്മൾ ഈ പണി ചെയ്തിട്ട് ആ കോൺട്രാക്ട് പണി ഏറ്റെടുത്ത് തുടങ്ങി. എന്നിട്ടെല്ലാം ശരിയായോ? അതിങ്ങനെ ചെടിക്ക് വെള്ളവും വളവും ഒക്കെ കൊടുക്കുന്ന പോലെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. മീരമോളെ കാത്ത് രാവിലെ തൊട്ട് അമ്മ അവിടെ റെഡി ആയിട്ടിരിക്കുക. എന്നിട്ട് എവിടെ? അകത്തോട്ട് വാ. അമ്മേ, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്ന നോക്കിയേ. ആ മീരമോളെ, മുത്തശ്ശി ഇരിക്ക്. ധന്യയും വിദ്യയും കൂടെ ഏതോ അമ്പലത്തിൽ പോയിരിക്കുക. ഇനി ഏതെങ്കിലും ഒരു ജോത്സ്യനെ കണ്ട് ഭാവി കാര്യങ്ങളെക്കുറിച്ച് ഒരു അവലോകനം നടത്തിയിട്ട് തിരിച്ചു വരൂ. വിശാലേട്ടൻ തിരിച്ചു പോയോ? പോയി. ഇനി കുറച്ചു ദിവസത്തേക്ക് അവനെ നോക്കണ്ട. വിശാല് പോയതിന്റെ ടെൻഷനാ ധന്യക്ക്. അതാ ഇപ്പൊ അമ്പലത്തിലേക്കും ജോത്സ്യനെ കാണാനും ഒക്കെ ഓടിയത്. വിശാൽ അങ്ങനെയാണ്. ഇനി മാറാനൊന്നും പോകുന്നില്ല. അതങ്ങ് മനസ്സിലാക്കിയാൽ ഈ പ്രശ്നം അങ്ങ് തീരും. പക്ഷെ എത്ര പറഞ്ഞാലും ധന്യക്കത് മനസ്സിലാവില്ല. അവളെ അവന്റെ അമ്മയല്ലേ. അമ്മമാരുടെ സങ്കടങ്ങളെക്കുറിച്ച് നിനക്കെന്തറിയാം? ആ, നിങ്ങൾക്ക് കുടിക്കാൻ ഞാൻ ചായ എടുക്കാം. അമ്മ ചായ ഉണ്ടാക്കാനോ? നല്ല കാര്യം. ഞങ്ങളിപ്പോ കുടിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. മുത്തശ്ശി ഇവിടെ ഇരുന്നാ മതി. ഇനി ചായ വേണമെങ്കിൽ തന്നെ ഞാൻ പോയിട്ടോളാം. അത് പോരെ? പിന്നെ മീരയുടെ കാര്യത്തിലൊരു തീരുമാനം നമ്മൾ മാധവ മേഡത്തോട് പറയണമല്ലോ. ആ കാര്യം സംസാരിക്കാനാ ഞങ്ങൾ വന്നത്. മനോജ് എന്നോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു.
കേട്ടിടത്തോളം നല്ല ആലോചനയാ. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ആ കാര്യം അവരെ അറിയിക്കാൻ താമസിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ അഭിപ്രായം എത്രയും പെട്ടെന്ന് അവരെ അറിയിക്കുക. അതെ, ദേവാ ബിൽഡേഴ്സുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ്. സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സംസ്കാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം വളരെ നല്ല ആൾക്കാരാണ്. എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയത്. പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് അവരോട് സംസാരിക്കാന്ന് കരുതിയായിരുന്നത്. എനിക്ക് താല്പര്യമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. കാര്യങ്ങളെല്ലാം ഞാൻ അമ്മയെ വിശദമായിട്ട് ധരിപ്പിച്ചിട്ടുണ്ട്. എന്നാലും സാവിത്രിയമ്മയോട് ഞാൻ നേരിട്ട് പറയണമല്ലോ. എത്ര പെട്ടെന്ന കാലം പോകുന്നല്ലേ. പെൺകുട്ടികൾ പെട്ടെന്ന് വളരും, കല്യാണ പ്രായവും ആവും. അവര് നമ്മുടെ അരികിൽ നിന്ന് പോവുകയും ചെയ്യും. ഞാൻ എവിടേക്കും പോകുന്നൊന്നുമില്ല. പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയാം. പക്ഷെ വിവാഹം കഴിച്ചാൽ ജീവിതം മാറും. പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അവരുടെ ലോകമെന്ന് പറയുന്നത് സ്വന്തം ഭർത്താവ്, സ്വന്തം കുട്ടികൾ എന്ന പ്രയോറിറ്റിയിലേക്ക് ഒതുങ്ങും. അതൊക്കെ കാലാകാലങ്ങളായി സംഭവിക്കുന്ന കാര്യങ്ങളാ. മീരയ്ക്ക് ഉടനെ വിവാഹം വേണ്ട, വീട്ടിൽ നിന്ന് പോകാൻ കഴിയില്ല എന്നൊക്കെയാ മീര പറയുന്നത്. അതൊക്കെ എല്ലാവരും പറയുന്ന ഹരി. അതൊക്കെ കേട്ട് നിന്നാൽ ശരിയാവില്ല. ഓരോ കാലത്തും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. തലമുറകള് മുന്നിലേക്കാ പോകുന്നത്. അതങ്ങനെ സംഭവിച്ചേ പറ്റൂ. അതെ, മീരയ്ക്ക് ഹരിയുടെ അടുത്തുനിന്ന് പോകാൻ മടിയുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലേ മീര? അച്ഛൻ്റെ അടുത്തുനിന്ന് ഞാൻ മാറി നിന്നിട്ടില്ലല്ലോ. വല്ലപ്പോഴും മുത്തശ്ശിയുടെ അടുത്ത് നിൽക്കാൻ ഇവിടെ വരുമെന്നല്ലാതെ വേറെ എങ്ങും ഞാൻ പോയിട്ടുമില്ല. ഇതിപ്പോ പെട്ടെന്ന് ജീവിതം മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ പോകുന്നെന്ന് ഓർക്കുമ്പോ വല്ലാത്തൊരു പേടി. ഇതിപ്പോ മോൾക്ക് അറിയാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ. പിന്നെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരവും ഇല്ല. പിന്നെ എന്തിനാ ടെൻഷൻ? ഇതൊക്കെ ഞാനും കുറെ പറഞ്ഞതാ. ആ, അപ്പൊ പിന്നെ അതൊക്കെ ശരിയായിക്കോളൂന്ന് അങ്ങ് കരുതിയാ മതി. മനോജ്, മീര ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ആദർശിന്റെ വീട് വരെ ഒന്ന് പോയി കാര്യങ്ങൾ സംസാരിച്ചിട്ട് വന്നാലോ? പോയിക്കാം, ഞാനൊന്ന് റെഡി ആയിട്ട് വരട്ടെ. ആ മോളെ, മുത്തശ്ശിയുടെ കാലം കഴിയുന്നതിന് മുമ്പ് കാണാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഭഗവാൻ കാണിച്ചു തരുന്നുണ്ട്. എല്ലാം എന്റെ മോളുടെ ഐശ്വര്യം കൊണ്ടാ ഉണ്ടായത്. എന്റെ മോൾക്ക് നല്ലതേ വരൂ. ഹരി, കുടുംബക്ഷേത്രത്തിന്റെ കാര്യം സംസാരിക്കാനാ ആദ്യമായിട്ട് ഈ വീട്ടിൽ കാലുകുത്തിയത്. ഇന്നിവിടെ ഒരു വിവാഹാലോചനയുടെ കാര്യം പറയാൻ വരുമെന്നോ നാളെ ഇതൊരു ബന്ധുവീടാകാൻ പോകുന്നെന്നോ നമ്മൾ ആരെങ്കിലും കരുതിയോ? അല്ലേ? അതെ, ഈശ്വരൻ ഓരോന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ നടക്കുന്നത്. ശരിയാ. ഒരുപക്ഷെ ഒരു വിവാഹം നടക്കാൻ വേണ്ടിയാവും കുടുംബക്ഷേത്രത്തിന്റെ കാര്യവും വിഗ്രഹപ്രതിഷ്ഠയൊക്കെ നടന്നത്, അല്ലേ? ആവും. എല്ലാം ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കണ്ടാ മതി. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിക്കേണ്ടതെന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ വഴിയെല്ലാം ഭഗവാൻ നമ്മളെ കൊണ്ടുപോകും. അങ്ങനെയാ മീരയും സാവിത്രി അമ്മയൊക്കെ പറയാറ്. അത് സത്യം തന്നെയാ. നമസ്കാരം. നിങ്ങളായിരുന്നോ? വരൂ. ഇരിക്കെ. ഒട്ടും പ്രതീക്ഷിക്കാതെ അന്ന് മാഡവും ആദർശം വീട്ടിലേക്ക് വന്നതും വിവാഹം ആലോചിച്ചതും. ഞങ്ങൾ പിന്നെ അതിൻ്റെ ഒരു സംസാരത്തിലൊക്കെ ആയിരുന്നു. എല്ലാവർക്കും വലിയ താല്പര്യമായി. ആരും ഇങ്ങനൊരാലോചനയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നല്ലോ. അതാണ് വിവരമെന്ന് പറയാൻ സമയമെടുത്തത്. അതെ, വിവാഹത്തിന് ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണ്.
ഹരി ഇക്കാര്യം പറഞ്ഞപ്പോഴേ ഞങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഈ ആലോചന ഞങ്ങൾക്ക് വന്നൊരു ഭാഗ്യമാണെന്ന്. നിങ്ങളോട് എന്താണിപ്പോൾ പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഞാൻ. എന്താ മാഡം, എന്തു പറ്റി? എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ, മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മീരയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? മീരയ്ക്ക് ജന്മന ഒരു പ്രശ്നമുണ്ടായിരുന്നു.